ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുന്ന കാരണം നോമ്പെല്ലാം അല്ലേ, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരുന്നതാണ്. പിന്നെ കഴിഞ്ഞ ഈ 1.5 മാസമായിട്ട് നമ്മുടെ ജാസി ചേട്ടൻ നല്ലപോലെ എന്നെ പ്രൊവോക്ക് ചെയ്തു കേട്ടോ, പല രീതിയിലും. പക്ഷെ ഞാൻ പ്രൊവോക്ക് ആയിട്ടില്ല. അപ്പൊ ജാസി ചേട്ടന്റെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ അല്ല, ഇന്നലത്തെ വീഡിയോ ഇതാ. സ്വന്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, പ്രവാസിക്ക് വേണ്ട. നിന്നെ ആർക്കാ വേണ്ടേ? നിന്നെ ആർക്കാടാ വേണ്ടേ? നീ കഴിഞ്ഞ 2-3 വീഡിയോസിൽ നമുക്ക് തുളച്ചിട്ട് പോയപ്പോ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിൽ ചില കമ്മ്യൂണിറ്റികള് നമ്മളോടുള്ള സി അല്ല, ഈ നിന്നെ പോലത്തെ ഈ വൃത്തികെട്ടവന്മാർ വന്നതിന് ശേഷമാണ് നല്ല പോലത്തെ ട്രാൻസ്ഫർ ആയിട്ടുള്ള ആൾക്കാർക്കും പ്രോബ്ലംസ് വന്നത്. കാരണം നിന്റെ ഈ കുത്തിക്കഴപ്പ് പബ്ലിക്ലി എന്തൊക്കെയോ നീ കാണിച്ചു കൂട്ടിയത് കാരണം പാവപ്പെട്ട അവർക്കും കിട്ടേണ്ടത് കിട്ടാതായി. അല്ലേ? അല്ലേടാ? അല്ലാതെ നീ ആലോചിച്ച് നോക്കി, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയേ? നീ പ്രഗ്നന്റ് ആവുന്നു, നീ ആനയാവുന്നു, നീ ചേനയാവുന്നു പ്രവാസികളെ പോലുള്ള നാട്ടില്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിന്നെ ആരും കായ വെച്ചില്ല, അതൊരു സങ്കടമുണ്ട് എനിക്ക്. പക്ഷെ ഇത് കിട്ടിയപ്പോ നല്ല അണ്ണാക്കിൽ കിട്ടിയിട്ടുണ്ട്. കർമ്മ ലാസ്റ്റ് ഒരു സീനുണ്ടേ. അതായത് അടുത്തൂടെ കടന്നുപോയ ഒരാള് പോടാ കഴിവേറി, അതായത് ഇവൻ തന്നെയാ പറയുന്നത്, ഇവന്റെ അടുത്ത് നിന്നിട്ട്. നാണുണ്ടോടാ നിനക്ക്? നാണുണ്ടോ നിനക്ക്? അപ്പൊ ഇനി ജാസി ചേട്ടന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതായത് നിനക്കിനി ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. ഒന്ന്, നീ കാരണം, നീ ഒറ്റ ഒരുത്തൻ കാരണം, അതായത് നിന്റെ ഈ അഴിഞ്ഞാട്ടം കാരണം എത്രയോ ആളുകൾക്ക് കഷ്ടപ്പെടേണ്ടി വന്നു സോഷ്യൽ മീഡിയ. നീ എന്തൊക്കെ കാണിച്ചു കൂട്ടി സോഷ്യൽ മീഡിയയിൽ? ഇതൊക്കെ ആൾക്കാർ അറിയണം, ഇവ ഒറ്റ ഒരുത്തൻ കാരണമാണ്. നീ എന്നെ പറ്റി കുറച്ച് കുണച്ചായിരുന്നു, അതിനൊക്കെ മോൻ തെളിവ് കാണിക്കണം കേട്ടോ ചേട്ടാ, ജാസി ചേട്ടാ കുണ്ടൻ.